12 മാസങ്ങളിലെ 4 മാസം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെട്ട മാസമാണ് റജബുൻ. ഈ പരിശുദ്ധമായ മാസം, ഈ രാവിൽ, പവിത്രമേറിയ രാവിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നാം പരിശുദ്ധമായ റജബിന്റെ മാസത്തിലാണെങ്കിൽ ഈ റജബിനെ കുറിച്ച് ഖുർആനിന്റെ പ്രഖ്യാപനമുണ്ട്, ഈ റജബിനെ കുറിച്ച് നബിതങ്ങളുടെ പ്രഖ്യാപനമുണ്ട്. ഈ മാസത്തെ നിങ്ങൾ മഹത്വവൽക്കരിക്കണേ, ഈ മാസത്തെ നിങ്ങൾ സ്വീകരിക്കണമേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. അല്ലാഹുവേ, റജബിന്റെ മാസത്തിൽ ബർക്കത്ത് ചെയ്യണമേ എന്ന് ലോകത്തിന്റെ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ച ഈ മാസത്തിലല്ലയോ നിക്കാഹിന്റെ സദസ്സിൽ ഗാനമേളകൾ അരങ്ങേറുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. ബർക്കത്ത് 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 ബർക്കത്ത്. എന്തേ ബർക്കത്ത്? കല്യാണ സദസ്സിൽ വന്ന് നമ്മൾ ദുആ ചെയ്യുന്നു, അയ്യുഹസ്സൗജാൻ അയ്യുഹസ്സൗജാൻ ബാറകല്ലാഹു ലക്കുമാ ബാറകല്ലാഹു ലക്കുമാ ബാറകല്ലാഹു ലക്കുമാ. കല്യാണ സദസ്സിൽ നിക്കാഹ് കഴിഞ്ഞ പാടെ പുതുപെണ്ണ് പുതുമണവാട്ടിയുടെ കൈക്ക് പിടിച്ച് പെണ്ണുങ്ങൾ പറയട്ടെ, പുതുമണവാളന്റെ കൈക്ക് പിടിച്ച് ആണുങ്ങൾ പറയട്ടെ, ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരി വആഫിയ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏത് മാസമാണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. അല്ലാഹുവേ, ഇത് നിന്റെ മാസമല്ലയോ? നീ ശ്രേഷ്ഠമാക്കിയ മാസമല്ലയോ? നീ ഇഷ്ടപ്പെട്ട മാസമല്ലയോ? നീ പവിത്രമാക്കിയ മാസമല്ലയോ? ഖുർആനിൽ പോലും ഈ മാസത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലയോ? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദ്ഉ. അല്ലാഹുവിന്റെ റസൂൽ പോലും പ്രാർത്ഥിക്കുമായിരുന്നില്ലേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. ഈ റജബിന്റെ മാസത്തിൽ നീ ബർക്കത്ത് ചെയ്യണമേ അല്ലാഹുവേ. ഞങ്ങളുടെ വിവാഹങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണമേ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണമേ, ഞങ്ങളുടെ സഹധർമ്മിണികളിൽ നീ ബർക്കത്ത് ചെയ്യണമേ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നീ ബർക്കത്ത് ചെയ്യണമേ അല്ലാഹ്. അത് അല്ലാഹുവിൽ നിന്നുമുള്ള ഒരു ഖൈറാണ്, ഖൈറാണ് ബർക്കത്ത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തിന്റെ പ്രത്യേകത വിളിച്ചോതിക്കൊണ്ട് പറയുകയാണ്. ഈ മാസത്തിന്റെ ശ്രേഷ്ഠത എത്രത്തോളം എന്ന് വെച്ചാൽ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ കാണാം, മൻ സാമ യൗമൻ മിൻ റജബിൻ കാന കസിയാമി സനാ നബിയുനാ റസൂലുള്ളാഹി. ആരെങ്കിലും ഈ റജബിന്റെ മാസത്തിൽ ഒരു നോമ്പെടുത്താൽ കാന കസിയാമി സനാ, ഒരു വർഷം മുഴുവനും നോമ്പെടുത്തവനെ പോലെയാണ്. എത്രത്തോളം ശ്രേഷ്ഠമാണ്, എത്രത്തോളം മഹത്വമാണ്. പരിശുദ്ധമായ റമളാനിന്റെ ഒരു നോമ്പെടുത്താൽ പോലും ഈ ലോകത്ത് ഈ വർഷം മുഴുവനും നോമ്പെടുത്തതിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞിട്ടില്ല. അതൊരു പ്രത്യേകമായ സവാബാണ്, അതൊരു പ്രത്യേകമായ മാസമാണ്. ആ മാസത്തെ വരവേൽക്കുന്നതിന് മുന്നോടിയായി അഡ്വാൻസായി നമ്മൾ ഇതാ റജബ് മുതൽ തുടങ്ങുകയാണ്, ശഅബാൻ മുതൽ തുടങ്ങുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ റജബിന്റെ മാസത്തിൽ ഒരു ദിവസം നിനക്ക് വേണ്ടി ഞാൻ പട്ടിണിയിരിക്കുകയാണ്. ഒരു ദിവസം ഒരാള് നോമ്പെടുത്താൽ കാന കസിയാമി സന, ഒരു വർഷം മുഴുവനും നോമ്പെടുത്തവനെ പോലെയാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ ദിവസം റജബിന്റെ മാസത്തിലെ ഒരു നോമ്പിന്റെ പ്രതിഫലം വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തീർത്തിട്ടില്ല, എത്രത്തോളം ശ്രേഷ്ഠം. മൻ സാമ സബ്അത അയ്യാമിൻ മിൻ റജബ്, റജബിന്റെ മാസത്തിൽ 7 ദിവസം ഒരാൾ നോമ്പെടുത്താൽ ഉൽഖത് അൻഹു സബ്അതു അബ്വാബി ജഹന്നം. അല്ലാഹു അക്ബർ. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി നോമ്പ് ഈ റജബിന്റെ മാസത്തിൽ എടുത്താൽ ലഹാ സബ്അതു അബ്വാബ്
അബ്വാബ്. നരകത്തിന് 7 വാതിലാണ്. നരകത്തിന് 7 വാതിലാണ്. ലികുല്ലി ബാബിൻ മിൻഹും ജുസും മഖ്സൂം. ഓരോ ബാബുകളും ഓരോ വാതിലുകളും ഓരോ പാവികൾക്ക് വേണ്ടി ഇതാ തീരെഴുതി വെക്കപ്പെട്ടിരിക്കുകയാണ്. അവരതിൽ കൂടെയാണ് പ്രവേശിക്കുക. അവരെ മാടി വിളിക്കുകയാണ്. ആ വാതിൽക്കൽ ഇതാ ഗർജിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വാതിൽക്കലൂടെയാണ് ആ നരകവാസികളെ പ്രവേശിക്കുക. പരിശുദ്ധമായ റജബിന്റെ മാസത്തിൽ 7 നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചാൽ ഈ റജബിന്റെ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നരകത്തിന്റെ 7 വാതിൽക്കൽ 7 വാതിലുകൾ അവന്റെ മേൽ കൊട്ടിയടയ്ക്കപ്പെടുമത്രേ. അടച്ചു 7 നോമ്പെടുത്താൽ എത്ര വലിയ ഭാഗ്യ. റജബിന്റെ മാസമായതിട്ടോ അടുത്ത മാസം നോക്കി നിൽക്കല്ലേ. നാളെ മുതൽ തുടങ്ങിക്കോണം. ചാലു ആയിക്കോ, മീറ്റർ ചാലു ആവട്ടെ. ഞങ്ങൾ യാത്രക്കാരായതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. ഇനി ഞാൻ അവിടെ ഇരുന്ന് ബ്രോസ്റ്റ് അടിക്കുന്നുണ്ട്, നിങ്ങൾ വന്നിട്ട് ഉസ്താദ് നോമ്പ് പിടിച്ചിട്ടില്ല, ഉസ്താദ് പ്രസംഗിച്ചു അല്ല. ഇപ്പൊ നമുക്കൊന്ന് ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ദ്വാരക്കി ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ പ്രസംഗിച്ചിട്ടെങ്കിലും നന്നാവാൻ വേണ്ടി ദ്വാരക്കി. നാളെ പ്രാസംഗികന്മാരെ ആദ്യം പിടിച്ച് നരകത്തിയിടുക. അള്ളാഹ് അത് കേട്ടിടം പോലെ പ്രസംഗം നിർത്താൻ പോവാണ്. അബൂഹുറൈറ നിങ്ങൾക്ക് ചിരിക്കാം. നാളെ പ്രാസംഗികൻ ആരെങ്കിലും ചിരിക്കൂലായിരുന്നു. പ്രാസംഗികന്മാരെ നരകത്തിൽ ആദ്യമായി 3 കൂട്ടരെയാണ് പിടിച്ചിടുക. അതിൽ ആദ്യം യാ മഅ്ശറൽ ഖുറാ, ഖുറാ പ്രഭാഷകരെ കടന്നു വാ. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ റബ്ബേ. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളുടെ ഒരു വാക്ക് കേട്ടിട്ട് ആരെങ്കിലും ഒരാൾ നന്നാവുന്നുണ്ടെങ്കിൽ അതിന്റെങ്കിലും പേരിൽ രക്ഷ തരണേ പടച്ച റബ്ബേ. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല മറ്റൊരാഗ്രഹമില്ല നമുക്ക്. ഈ ത്യാഗം, ഞാൻ ഇന്ന് ഇത്രയും ത്യാഗം സഹിച്ചത് ഒരു നസീഹത്തിലൂടെ ആരുടെയെങ്കിലും ഒരാളുടെ എന്റെ ഒരു നന്മ മാത്രമാണ്. അല്ലെങ്കിൽ ഇത്രയും ത്യാഗം, ഈ 600 കിലോമീറ്റർ ഈ ത്യാഗം സഹിച്ച് ഇവിടം വരെ വരാൻ, ഈ സദസ്സിനെ അഭിമുഖീകരിക്കാൻ അള്ളാഹുവിന്റെ ദീനിനോടും ഈ നസീഹത്തിനോടുമുള്ള ഒരു മഹബത്തിന്റെ പേരിലാണ്. അതിനുവേണ്ടി ഓടുന്ന ശരീരമായതുകൊണ്ട് അള്ളാഹ് അതിനുവേണ്ടി ആഫിയത്ത് തരും. 3 പ്രാവശ്യം എന്റെ വണ്ടി ഇടിച്ചു. അത് 3ഉം വാളിന് വേണ്ടി വന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണ്, വാളിന്റെ ആവശ്യത്തിന് വേണ്ടി വരുമ്പോഴാണ്. എന്റെ ഭാര്യയും കൊണ്ട് മംഗലത്തിന് പോകുമ്പോഴായിരുന്നില്ല. എല്ലാം വാളിന്റെ പേരിലാണ്. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അതൊക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലാകുമ്പോൾ ഈ ത്യാഗം അനുഭവിക്കുമ്പോൾ അതിന് അള്ളാഹു നല്ല കൂലി തരുമെന്നൊരു പ്രതീക്ഷയാണ്. അല്ലാതെ അമലി കൊണ്ട് സ്വർഗത്തിൽ കിടക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കിട്ടൂല. അള്ളാഹു നമുക്കെല്ലാം സ്വർഗം നൽകുമാറാകട്ടെ. കാണുന്നതെന്നാ പോകുന്നതെന്നാ ഓമനം വീശുന്ന റൗളാസുവനത്തിൽ ചേരുന്നതെന്നാണ് ഹൃദയം തൂകുന്നതെന്നാണ് പുന്നാരനിബീന കാണുന്നതെന്നാ പുന്നാരറോഹരി പോകുന്നതെന്നാ ഓമനം വീശുന്ന റൗളാസുവനത്തിൽ ചേരുന്ന